السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على محمد وعلى آل سيدنا محمد وبارك على محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك وسلم عليه. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم سهلا إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. اللهم إني أسألك علما نافعا ورزقا حلالا طيبا وعملا متقبلا. സൂറത്തുൽ ബഖറയുടെ 10-ാമത്തെ ആയത്താണ് നമുക്ക് ഇന്നിവിടെ പഠിപ്പിക്കാനുള്ളത് അല്ലെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യമായിട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെയുള്ള ആയത്തുകൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറള വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു രോഗമുണ്ട്, അള്ളാഹു ആ രോഗത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്, അവർ കളവാക്കിയത് കാരണം. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്കുണ്ട്. ഫീ എന്ന് വന്നതുകൊണ്ടാണ് ഖുലൂബിഹിം എന്ന് വന്നിട്ടുള്ളത്. ഖൽബിന്റെ ജമാണ് ഖുലൂബ്. ഹും അവർ എന്നുള്ളതിന്റെ ഫീ വന്നതുകൊണ്ടാണ് ഖുലൂബിഹിം എന്ന് വന്നിട്ടുള്ളത്. മറള് മറള ഫസാദഹുമുല്ലാഹു മറള അള്ളാഹു ആ രോഗത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വലഹും അവർക്കുണ്ട് അദാബുൻ അലീം വേദനയേറിയ ഒരു ശിക്ഷ. ബിമാ കാനു യക്ദിബൂൻ അവർ കളവാക്കിയത് കാരണം. ഫീ ഖുലൂബിഹിം മറളും അവരുടെ ഹൃദയങ്ങൾക്കൊരു രോഗമുണ്ട് അല്ലെ. ശാരീരികമായി നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോ നമുക്കത് അറിയും. ഒന്നിക്ക് തലവേദന, ശരീരവേദന, അങ്ങനെ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മളുടെ ഹൃദയത്തിന് ഒരു രോഗം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോ അത് തിരിച്ചറിയാന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ആവശ്യം. ഫീ ഖുലൂബിഹിം മറളും അവരുടെ ഹൃദയങ്ങൾക്കൊരു രോഗമുണ്ട്. ഇനി മുമ്പുള്ള 2 ആയത്തുകളിൽ പറയുന്നുണ്ട്, അവര് എല്ലാരോടും പറയും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ജനങ്ങളിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലും വിശ്വസിച്ചിരിക്കുന്നു പറയും. പക്ഷേ അവര് ശരിക്കും വിശ്വസിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ഹൃദയങ്ങൾക്ക് ഈ ഒരു രോഗം ഉള്ളത് കൊണ്ടാണ്. അവർക്ക് ആളുകളുടെ മുമ്പിൽ ഒന്ന് പറയും, അവരുടെ ഉള്ളിൽ വേറൊന്ന് വെക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ഹൃദയങ്ങൾക്ക് ഈ രോഗം ഉള്ളത് കൊണ്ടാണ്. അപ്പോ രോഗങ്ങൾ എന്തെല്ലാന്ന് വെച്ചാല് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് അറിയുന്ന രോഗങ്ങൾ എന്താ വെച്ചാല് നമ്മൾ കാണുന്ന ഈ അസുഖങ്ങളെ നമുക്ക് അറിയുള്ളൂ, പുറത്തുനിന്ന് കാണുന്ന. എന്നാൽ ഹൃദയങ്ങൾക്കുള്ള രോഗം എന്തായിരിക്കും? നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ ഹൃദയത്തിന് അങ്ങനെ എന്തെങ്കിലും രോഗം ഉണ്ടോ എന്നുള്ളത്? അത് 2 തരത്തിലുള്ള രോഗമാണുള്ളത്. ഒന്ന് ഷഹവാത്ത്, മറ്റൊന്ന് ശുബ്ഹാത്ത്. ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ശുബ്ഹാത്ത് എന്ന് പറഞ്ഞ സംശയങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ യക്കീൻ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇതിന് കാരണം. അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥാണ് ഒക്കെ നമുക്കറിയാം. അള്ളാഹുവിൽ നിന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് നമുക്കറിയാം. എല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ചില നമ്മുടെ അങ്ങനെ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം സത്യമായിരിക്കുമോ, പരലോകത്തെ ശിക്ഷയിൽ ഇത്രയും കഠിനമായ ശിക്ഷകൾ ഉണ്ടാവുമോ, അങ്ങനെയുള്ള ചില തോന്നലുകൾ കാരണം നമ്മൾ എന്താവും പറഞ്ഞാലും സീരിയസ്നെസ് കുറഞ്ഞു പോകും നമ്മളെ പ്രവർത്തനങ്ങളിൽ. നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും അത്രത്തോളം അങ്ങോട്ട് എത്തൂല. അതേപോലെ തന്നെ റമദാൻ വരുമ്പോൾ നോമ്പെടുക്കും, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഒരു റൂട്ടീൻ പോലെ, അതായത് ഒരു ദിനചര്യ പോലെ നമ്മൾ അങ്ങനെ പോകും. അതായത് രാവിലെ എണീക്കുന്നത്, പല്ലേക്കുന്നത്, ഒന്നെടുക്കുന്നത്, നിസ്കരിക്കുന്നത്. അപ്പൊ ഈ പല്ലേക്കുന്നതിലും നിസ്കരിക്കുന്നതിലും അതേ ഒരേ ഇതായിരിക്കും ചിലപ്പം വരിക. അതേ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് നമുക്ക് എന്താവുള്ളൂ, അതിന്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ.
അല്ലെങ്കിൽ അങ്ങനെ രാവിലെ അത് ചെയ്യുന്നു, 100 വാങ്ക് കൊടുക്കുന്നു, നിസ്കരിക്കുന്നു. അപ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴല്ലേ അത് നമ്മളിലേക്ക് എത്തിച്ചേരുള്ളൂ. നമുക്ക് പിന്നെ നമ്മളുടെ മീസാനിൽ കനം തൂങ്ങണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള ആഗ്രഹത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുക. നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കാണ്ട് ഒരു പിന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ ഹൃദയപൂർവ്വം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഹൃദയങ്ങളിലേക്ക് നമ്മളിപ്പോ ഓരോ സംശയങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാല് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ബാക്കോട്ടേക്ക് വലിക്കും അല്ലെ. ഓ, എന്തിനാ ഇപ്പൊ നിസ്കരിക്കുന്നത്, ആ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ നമ്മളെ തോന്നിപ്പിക്കൂല, അത് ബാക്കോട്ടേക്ക് പോകും. അങ്ങനെ അങ്ങനെ നമ്മളെ ശ്രദ്ധ ബാക്കോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതേ സമയത്ത് നമ്മള് ഖുറാനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോഴെന്താവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഹൃദയങ്ങളുടെ ആ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ ചില ആൾക്കാർക്കുള്ള രോഗം എന്താന്ന് വെച്ചാല് അത് ശരീരത്തിന്റെ പ്രശ്നങ്ങളാണ്. അതായത് അവരുടെ സ്വന്തം ഇച്ഛകൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, അലസത, മടി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവരെന്താക്കും പറഞ്ഞാല് പിന്നെ ചെയ്യാ ആ ഒരു ഇത്, അല്ലെങ്കിൽ പിന്നെ അവരെന്തെങ്കിലും ഒരു നമ്മൾ വിചാരിക്കും അള്ളാഹു കാരുണ്യവാനല്ലേ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു പിന്നെ സീരിയസ്നെസ് കുറഞ്ഞ ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മള് പിന്നെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് വഴങ്ങി പോകുന്നത്. അതായത് നമ്മളിപ്പോ നിസ്കരിക്കാൻ പോകുമ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഒരു ലക്ഷറീസിന് വേണ്ടിയിട്ട് ആളുകളോടുള്ള പിന്നെ വെറുതെ കുറെ സംസാരിച്ചിരിക്കുക, അങ്ങനെയുള്ള നമ്മളെ സ്വന്തം പിന്നെ ഈ ഇഹലോകത്തോടുള്ള അടുപ്പങ്ങൾ കാരണം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ആ ഒരു രോഗവും എന്താക്കും, നമ്മളെ കൂടുതൽ തിന്മയിലേക്ക് അടുപ്പിക്കും, അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലാൻ വേണ്ടി കാരണമാകും. ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ മദീനയിലുള്ള മുനാഫിക്കുകളെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ മുനാഫിക്കുകളോടാണ് അത് സംസാരിക്കുന്നെങ്കിലും നമ്മളോട് തന്നെ ചോദിക്കണം, ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മളിൽ ഉണ്ടോ, എല്ലാം പിന്നെ നമുക്ക് എന്തെങ്കിലും ശരിയാക്കാനുണ്ടോ. ഹൃദയത്തിനുള്ള രോഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുക, നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്ത ഉടനെ നമ്മൾ നിസ്കാരത്തിലേക്ക് പോകാൻ നമ്മളെ മനസ്സ് സമ്മതിക്കുന്നുണ്ടോ, ഇല്ല, അത് ബാക്കോട്ട് പോകുന്നുണ്ടോ, അതിനെന്താണ് കാരണം? അത് നമ്മളെ ഇഹലോകത്തോടുള്ള ചിന്തകളാണോ, അല്ല നമ്മളെ പിന്നെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ, അതായത് അള്ളാഹുവിന്റെ ശുബ്ഹാത്തുകളിലുള്ള പ്രശ്നം കാരണമാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. എന്നിട്ട് അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ പിന്നെ നമുക്ക് അള്ളാഹു മാത്രമേ നമ്മുടെ രോഗങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നമ്മൾ അത് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും അമല് ചെയ്തിട്ട് അതിനെ തിരുത്താനും പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാല് അങ്ങനെ തന്നെ പോവും. അപ്പൊ നമ്മളെ ചെറിയ ചെറിയ തിന്മകൾ അത് വലുതായിത്തീരും. ആ വലുത് പിന്നെ നമുക്ക് തിരുത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആയിത്തീരും. ഹൃദയങ്ങളുടെ രോഗം വർദ്ധിക്കുന്നതിന് കാരണം എന്താ? മറന്നു, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറന്ന, അള്ളാഹു ആ രോഗത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹു ആ രോഗത്തെ വർദ്ധിപ്പിച്ചത്? വെറുതെ അള്ളാഹു അങ്ങനെ ഒരു രോഗം വർദ്ധിപ്പിക്കൂലല്ലോ. കാരണം എന്താ? നമ്മൾ ആ രോഗത്തെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനോ പരിശ്രമിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റാം. നമ്മളിൽ ഉള്ള ചെറിയ ചെറിയ രോഗങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞേ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. എന്താണ് അതിനുള്ള ട്രീറ്റ്മെന്റ്? നമ്മളെ ഹൃദയങ്ങളുടെ രോഗങ്ങൾ ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാല് നമുക്ക് അള്ളാഹുവിന്റെ ശുബ്ഹാത്തുകളെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം, ഇൽമ് നേടണം. ഇൽമ് നേടുമ്പോൾ അതിന് പരിഹാരം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഷഹവാത്ത് കാരണമാണ് നമ്മൾ ബാക്കോട്ടേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അമല് വർദ്ധിപ്പിക്കണം. അമല് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റാൻ, ചെറിയ ചെറിയ കളവ് പറയുന്ന സ്വഭാവമാണെങ്കിൽ അത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നിസ്കാരം വൈകിപ്പിക്കുന്ന സ്വഭാവമാണെങ്കിൽ അതിനെ കുറച്ചും കൂടിയും ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കാം.
ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാം. പിന്നെ ഹുസ്നുൽ ഹുൽക്ക്, നമ്മളെ ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്വഭാവം ഓട്ടോമാറ്റിക്കലി നന്നായിക്കോളും. ഉള്ള എല്ലാ ചീത്ത സ്വഭാവങ്ങളും നമ്മളെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിനെ നമ്മളെ അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് സാധിക്കൂല. ആദ്യം നമ്മളിലുള്ള എല്ലാ ചളികളെയും കച്ചറകളെയും അടിച്ച് കഴുകി കളഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണം, അങ്ങനെ ആ രോഗങ്ങളെ മുഴുവൻ അടിച്ച് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ അടുക്കുമ്പോഴെന്താവും, നമ്മുടെ ഈ രോഗങ്ങളെ അള്ളാഹു പ്രത്യേകം നന്നായി സുഖപ്പെടുത്തി തരും. അതേ സമയത്ത് നമ്മൾ ആ രോഗങ്ങളുടെ കൂടെ തന്നെ അങ്ങനെ പോവുകയാണെങ്കിൽ ഫസാദഹുമുല്ലാഹു മറദ, അള്ളാഹു ആ രോഗത്തെ വർദ്ധിപ്പിക്കും. നമ്മളെ ചായ്വ് അള്ളാഹുവിലേക്കാവുമ്പോൾ അള്ളാഹു നമ്മളെ കൂടുതൽ അടുപ്പിക്കുക ചെയ്യാം. അതേ സമയത്ത് നമ്മള് പിശാചിന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ അങ്ങോട്ടേക്ക് അടുക്കാനാ സാധ്യത കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കർമ്മങ്ങൾ നന്നാക്കിക്കൊണ്ടോ നമ്മുടെ നീയത്ത് ആദ്യം നന്നാക്കുക. എനിക്ക് അള്ളാഹുലേക്ക് അടുക്കണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, അതാണ് നമ്മളെ പരമമായ ലക്ഷ്യം. നമ്മള് തിരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്, അല്ലെ? അപ്പോ ഇവിടെയുള്ള ഈ ഒരു 60-80 വർഷത്തെ ജീവിതത്തില് അള്ളാഹു നമ്മളോട് പറയാം, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ്, തിരിച്ച് നിനക്ക് സ്വർഗത്തിലേക്ക് വരാന്നുള്ളത്. പലപ്പോഴും നമ്മൾ അത് മറന്നുപോയി ഈ ദുനിയാവിന്റെ ആ ഒരു ശവാത്തിൽ ഇങ്ങനെ പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ജീവിച്ചു പോന്നു. ഇപ്പൊ പലർക്കും ഉള്ള ഒരു ട്രെൻഡാണെന്ത്, ഒരു ജീവിതമല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന്. ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റിയെടുക്കണം. അത് എല്ലാരിലും അങ്ങനെ കുട്ടികളിൽ വരെ വന്നെത്തിയ ഒരു അവസ്ഥയാണത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മാറ്റണം. അള്ളാഹു നമ്മൾ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പോ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ വരണം. നമ്മളിപ്പോ കുട്ടികളെല്ലാം നമ്മൾ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഏത് സമയത്തും അള്ളാഹുവിന്റെ ഒരു കൺട്രോളിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവരണം. ചെറുപ്പത്തിലേ നമ്മൾ ആ ഒരു സ്വഭാവം നമ്മളെ കുട്ടികളിലേക്ക് ഇട്ടുകൊടുത്തു അള്ളാഹു എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാല് അവർ കളിൽ നിന്ന് ചെറുപ്പത്തിലേ അകന്നു നിൽക്കും. അത് നമുക്ക് എപ്പോഴും ജീവിതത്തിലേക്ക് ഒരു വലിയ വിജയമായി തീരും. രോഗത്തെ നമ്മൾ ചികിത്സിക്കുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ രോഗം കുറഞ്ഞു വരും. അതേ സമയത്ത് വീണ്ടും നമ്മൾ ഈ തിന്മകളിൽ തന്നെ നിൽക്കുകയാണ്, അത് പിന്നെ വർദ്ധിച്ച് പിന്നെ നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനി ബാക്കോട്ടേക്ക് പോവുകയും ചെയ്യാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ രോഗങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന് വേണ്ടത് ഒരു ചെക്കപ്പാണ്. ഫുൾ ബോഡി ചെക്കപ്പ് തന്നെ ചെയ്യണം. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോന്നാക്കി മനസ്സിലാക്കി എടുത്തിട്ട് ആ ഓരോന്നും മാറ്റാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹിനോട് ദുആ ചെയ്യുകയും ചെയ്യാം, ഓരോന്നിലും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ അള്ളാഹു നമ്മുടെ രോഗങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്താ കാരണം? ഫസാദഹുമുല്ലാഹു മറദ എന്നറിയില്ല, നിങ്ങളെ ഹൃദയങ്ങളിലെ രോഗം അള്ളാഹു വർദ്ധിപ്പിക്കാൻ എന്താ കാരണം? വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ബിമാ കാനു, അവർ കളവ് പറയുന്നത് കൊണ്ട്, അവർ കള്ളത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് എന്താകുന്നത്, അവർക്കുള്ള ആ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് അവർ അള്ളാഹുവിലേക്ക് തിരിയാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൽമ് നേടാനും അമല് ചെയ്തുകൊണ്ട് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ട് കഴിഞ്ഞാല് അള്ളാഹു നമ്മളെ നന്മയിലേക്കാണ് അടുപ്പിക്കുക. ഹൃദയത്തിലെ രോഗങ്ങളെ അള്ളാഹു തുടച്ച് മായ്ച്ച് കളഞ്ഞുതരും. വലഹും അദാബുൻ അലീമും ബിമാ കാനു യക്സിബൂൻ, അവർ കളവാക്കിയത് കാരണം അള്ളാഹുവിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ നരകത്തിലെ ശിക്ഷ എങ്ങനെയുള്ള ശിക്ഷയാണ്? അത് വളരെ കഠിനമായ ശിക്ഷയാണ്. അതോടൊപ്പം തന്നെ അത് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ കിട്ടിയിട്ട് അത് അങ്ങോട്ടേക്ക് അകന്ന് പോവില്ല. അതിങ്ങനെ കാലാകാലം, നമ്മൾ പറയില്ലേ ഈ 60-80 വർഷത്തെ ദുനിയാവിലെ ജീവിതമുള്ളൂ, പക്ഷെ കാലാകാലം നമ്മൾ അവിടെ ജീവിക്കണം ആഖിറത്തില്. അപ്പൊ അത്ര എപ്പോ തീരുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും കാലം കൂടുതൽ നമ്മൾ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് മാത്രമല്ല, നമ്മൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചാൽ ഒട്ടും സാധിക്കുകയില്ല, അത് ഒരു എൻഡായിരിക്കും. അപ്പൊ അത്രയും വേദനാജനകമായ ശിക്ഷയിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മുടെ ആ ഒരു രോഗങ്ങളെല്ലാം കണ്ടുപിടിച്ച് അതിൽ നിന്നുള്ള
രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അതിനാദ്യമായിട്ട് നമ്മൾ വേണ്ടെന്താ, നമ്മളിൽ നിന്നുള്ള കളവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ ചെറിയ ചെറിയ തിന്മകളാണ് അത് വലിയ ഒരു കൂമ്പാരായിട്ട് നമ്മളെ ഏറ്റവും മോശപ്പെട്ടതിലേക്ക് എത്തിക്കാം. നമ്മൾ അറിയുന്നുണ്ടാവില്ല കുഞ്ഞു കുഞ്ഞു കളവുകൾ നമ്മൾ പറയുന്നത്. നമ്മളെ ഈ ദുനിയാവിനോടുള്ള ചിലപ്പോ എന്താ വെച്ചാൽ എല്ലാം വീട് വൃത്തിയാക്കുക, അതുപോലെ തന്നെ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഓരോ ദിവസം വേറെ വേറെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, മക്കളെ നോക്കുക, എല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ഒരു ഹക്ക് നമ്മൾ കൊടുത്തോണ്ട് തന്നെ ഉണ്ടാവണം. അല്ലാണ്ട് നമ്മൾ ഈ ഇഹലോക ജീവിതത്തിൽ തന്നെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പരലോകത്തിലേക്ക് കാര്യമായിട്ട് ഒന്നും ബാക്കി ഉണ്ടാവില്ല, അല്ലെ? ഇതിനു മുമ്പുള്ള ആ 2 ആയത്തിന്റെ ബാക്കി എന്നുള്ള നിലക്കാണ് ഈ ഒരു ആയത്ത് വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ വമിനൻ നാസ്തി, ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, മയ്യഖൂലു ആമന്ന, അവർ പറയും ഞങ്ങൾ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു, വബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും, വമാഹും ബിമുഅ്മിനീൻ, പക്ഷെ അവര് വിശ്വസിച്ചിട്ടില്ല. അവർക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു, വല്ലദീന ആമനു യുഹാദീൻ ഊൻ അള്ളാഹു വല്ലദീന ആമനു, അവർ അള്ളാഹുവിനെയും വിശ്വസിച്ചവരെയും വഞ്ചിക്കുകയും പക്ഷെ അവരെ അത് അറിയുന്നില്ല. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ആയത്ത് ഫിയ ഖുലൂബിഹിം മറന്നു ഫസാദഹുമുല്ലാഹു മറള. അതായത് അവര് ഈ ഒരു രീതിയിൽ പെരുമാറുന്നത് കൊണ്ടാണ് അതിന് കാരണം എന്താ, അവരുടെ ഹൃദയങ്ങൾക്ക് ചെറിയൊരു രോഗമുണ്ട്, അത് അള്ളാഹു വർദ്ധിപ്പിച്ചിരിക്കും കാരണമാണ് അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് അവർ മാറാൻ തയ്യാറായാലാണ് എന്താവുള്ളൂ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അള്ളാഹു സൂറത്തു നിസായിൽ പറയുന്നുണ്ട്, ഇന്നൽ മുനാഫിഖീന ഫീ ദർക്കിൽ അസ്ഫലി വലൻ തജിദ ലഹും നസീറ. സൂറത്തുൽ മുനാഫിഖൂന്റെ 145-ാമത്തെ ആയത്തില്, തീർച്ചയായും കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു, അവർക്കൊരു സഹായിയെ കണ്ടെത്താനാകുന്നതല്ല. നരകത്തിന്റെ അടിത്തട്ടിലാണ് കപടവിശ്വാസികളാവുന്നത്. എന്തുകൊണ്ട്? അവർ നമ്മൾ അതിനെ മാറ്റാൻ ശ്രമിക്കാത്തപ്പോഴാണ് ചെറിയ ചെറിയ തിന്മകൾ നമ്മുടെ ഹൃദയങ്ങൾക്കുള്ള ആ കുഞ്ഞു കുഞ്ഞു രോഗങ്ങൾ നമ്മൾ കണ്ട് അതിനെ ചികിത്സിക്കാൻ റെഡിയായാൽ എന്തായി, നമുക്ക് എത്രയും വേഗത്തിൽ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും. ത്തിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേദനാജനകമായിരിക്കും, അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയും തീർച്ചയായും അത്തരത്തിലുള്ള കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്ന ശിക്ഷയിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറോട്ടെ. അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് നമ്മളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കട്ടെ. നമ്മളുടെ ഹൃദയങ്ങളുടെ രോഗങ്ങൾ നമ്മൾ ചികിത്സിക്കാനും അതിനെ ഫലപ്രദമായ രീതിയിൽ പ്രിവെന്റ് ചെയ്യാനും ശ്രമിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നമുക്ക് ഇഹലോകത്ത് തന്നെ ഒരുപാട് നിന്ദികൾ തന്നെ പരീക്ഷിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിച്ച് വേഗമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ ഷഹവാത്തുകൾ കണ്ടെത്തുക, അതേപോലെ തന്നെ അതിന് എന്താണ് പരിഹാരം എന്ന് കണ്ടെത്തിയിട്ട് അതിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ, അതിനൂടെ പ്രാർത്ഥനയും കൂടി ഉണ്ടാകുമ്പോൾ അള്ളാഹു അവന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കൊണ്ട് നമ്മളെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കും. അതേസമയം നമ്മൾ വീണ്ടും വീണ്ടും അതിൽ തന്നെ തുടരുകയാണെങ്കിലോ ലോകത്ത് തന്നെ നമുക്ക് പരീക്ഷണങ്ങൾ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും തിന്മയിലേക്ക് നമ്മൾ അകന്ന് അടിഞ്ഞുകൂടുകയും പിന്നെ നമുക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാതിരിക്കുകയും ചെയ്യും. തിന്മയിൽ തന്നെ തുടരുക എന്നുള്ളത് ഒരു മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അപ്പോ അതിൽ നിന്നും നമ്മൾ പരമാവധി രക്ഷപ്പെട്ട് ഒരു മൂമിനിലേക്ക് എത്താൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണം. തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിഖാഖി വന്നിഫാഖി വസൂഇൽ അഖ്ലാഖ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
അള്ളാഹു നമ്മുടെ ഒക്കെയും പരിശ്രമങ്ങൾ സ്വീകരിക്കുകയും അതിന് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽപ്പെട്ട ഒരുപാട് രോഗികളുണ്ട്, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവർക്കൊക്കെയും രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ കടങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്, അത്തരം ആളുകൾക്ക് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള സഹായം അള്ളാഹു ചെയ്യട്ടെ. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് അള്ളാഹു രോഗശമനവും, പ്രയാസപ്പെടുന്ന രോഗികൾക്ക് അള്ളാഹു ഏറ്റവും എളുപ്പത്തിലുള്ള ശിഫയും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാം കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ റമദാനിൽ ഒരുപാട് നന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അതെല്ലാം അള്ളാഹു സ്വീകരിച്ചതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. നമ്മളിന്ന് സംഭവിച്ചു പോയ ഓരോ വീഴ്ചകളും പ്രയാസങ്ങളും തിന്മകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരിലുള്ള ഓരോ രോഗങ്ങളെയും കണ്ടെത്താനും അതിനുവേണ്ടി അള്ളാഹുവിനോട് സഹായം തേടാനും ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും നമ്മുടെ രോഗങ്ങളെ മുഴുവനും മായ്ച്ചു കളയാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.